ഹായ് ബച്ചാമാർ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഒരാഴ്ച കൊണ്ട് 15,000-ന് മുകളിൽ സബ്സ്ക്രൈബർ കയറി കേട്ടോ. അപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ബോട്ട് കയറ്റിയത്, എത്ര രൂപയായി ബോട്ട് കയറ്റാൻ വേണ്ടി. അപ്പോൾ അവർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ എങ്ങനെയാണ് ഇത്ര സബ്സ്ക്രൈബർ കയറിയതും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ചാനൽ പെട്ടെന്ന് റീച്ച് ആയെന്നുള്ള കാര്യം നിങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പറ്റുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയിട്ട് വരാം. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് 2025 ജൂലൈയിലാണെന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പോൾ നിൽക്കുന്നത് 2026 ജനുവരി 19 തീയതിയാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് നമ്മുടെ ചാനലിൽ ഏകദേശം 15,000-ന് മുകളിൽ സബ്സ്ക്രൈബർ ഇപ്പോൾ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് പലരും ചോദിച്ചു, ചാനൽ തുടങ്ങിയ ഹിറ്റാവോ, എന്തിനു വേണ്ടിയാണ് തുടങ്ങുന്നത്. ചാനൽ തുടങ്ങിയപ്പോഴേ വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ ഇട്ടിട്ട് വന്നപ്പോൾ ഓരോരുത്തർ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. എനിക്ക് അറിയാവുന്ന പല ആൾക്കാർ പോലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ബോട്ടാണോ കയറ്റി എന്ന് ചോദിച്ച വ്യക്തികൾ വരെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് പോലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തികളാണ് ഇങ്ങോട്ട് ചോദിച്ചത്, സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരും ചോദിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ അവർ ചോദിച്ച ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: നീ ബോട്ടാണോ കയറ്റിയത്, എത്ര രൂപയായി ബോട്ട് കയറ്റാൻ വേണ്ടി. അവർ ചോദിച്ച ഓഡിയോ അല്ല, നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓഡിയോ കൂടെ കേൾക്കാം കേട്ടോ. നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന അനുസരിച്ച് അവർ പറഞ്ഞ ഓഡിയോ കൂടെ നമുക്ക് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. അപ്പോൾ ഇങ്ങനെ പല ചോദ്യങ്ങൾ വന്നപ്പോൾ കരുതി എന്തായാലും ഒന്ന് ലൈവായിട്ട് തന്നെ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് എടുത്ത് നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാമെന്ന് കരുതി. എന്തായാലും വൈറ്റ് സ്റ്റുഡിയോയിൽ എന്തായാലും ഉടായ്പ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാം ഉള്ള കാര്യം കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന ഒരു സംഭവമാണ് ഈ വൈറ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചില്ലെന്ന് കരുതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പലരും ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് നമ്മൾ 100 വീഡിയോ ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചേട്ടൻ്റെ പറഞ്ഞ രീതി വെച്ചാൽ നമ്മൾ ഇട്ട് തുടങ്ങിയത് കേട്ടോ. ഒരു ചേട്ടൻ പറഞ്ഞു, ആ ചേട്ടൻ്റെ പേര് വന്നിട്ട് രാജേഷ് എന്നാണ്. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ റോയൽ ട്രിവ്യൻസ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനൽ കിട്ടും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും പേര് ഇത് തന്നെ കേട്ടോ. അപ്പോൾ ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആദ്യം 100 വീഡിയോ ഇട്, എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറ, ഞാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ആ ഭാഗത്ത് വാശിയല്ലേ, 100 വീഡിയോ ഇട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് 100 വീഡിയോ ഇട്ടു. അപ്പോൾ ഏകദേശം 600 സബ്സ്ക്രൈബർ നമ്മുടെ ചാനലിൽ കയറി. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, നീ ഒരു 50 അല്ലെങ്കിൽ 100 വീഡിയോ കണ്ടന്റ് ബേസ് ഇടാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് മെനക്കെട്ട് ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഇട്ടൊരു 5ാമത്തെ വീഡിയോ ആയപ്പോഴാണ് ആ വീഡിയോ ഹിറ്റായത്. ആ വീഡിയോ ഏകദേശം 15 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ടു. അതുപോലെ തന്നെ അതിൽ നിന്നാണ് ഏകദേശം 15,000 സബ്സ്ക്രൈബർ വരെ കയറിയത്. 15,000 സബ്സ്ക്രൈബർ അടുപ്പിച്ച് വരെ നമ്മുടെ ചാനലിൽ കയറിയത്. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് കയറിയത്. അല്ലാതെ നമുക്ക് ഈ നമ്മുടെ ചാനലിൽ ഉടായ്പ കാണിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ: വീഡിയോ കണ്ടിന്യൂസ് ഇട്ട് നല്ല രീതിയിൽ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നമ്മുടെ കൂട്ടുകാർ പോലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചാനൽ കണ്ടുവരുന്ന ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഉറപ്പായിട്ട് ഞാൻ പറയട്ടെ, ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക, നല്ല കണ്ടന്റുകൾ ഇടുക, എങ്കിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ ഹിറ്റാവും. ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോ കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ഇങ്ങനത്തെ ഒരു പേജാണ്. അടുത്ത് വരുന്നത് നമ്മുടെ കണ്ടന്റിൻ്റെ ഓപ്ഷൻ തൊടുമ്പോൾ നമ്മളിട്ട കണ്ടന്റുകൾ ഏതൊക്കെയാണെന്ന് അതൊക്കെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മളിട്ട കണ്ടന്റ് ഷോർട്ട് വീഡിയോ എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ഷോർട്ട് വീഡിയോ ഞാനായിട്ട് ആപ്പിളിൻ്റെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ആപ്പിളിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കുന്നുണ്ടോ, 17.9 ലക്ഷം പേര് വീഡിയോ കണ്ടു. അതുപോലെ തന്നെ കണ്ടോ 17,95,000. അതുപോലെ തന്നെ സബ്സ്ക്രൈബർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 14,416 സബ്സ്ക്രൈബർ ഇതിൽ നിന്നാണ് കയറിയത്. മനസ്സിലായോ ഫ്രണ്ട്സ്? അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു കേട്ടോ. കാരണം ഇന്നത്തെ വേറെ കണ്ടന്റ് ഒന്നുമല്ല, നമ്മുടെ ചാനൽ എങ്ങനെ 15,000 സബ്സ്ക്രൈബർ ആയെന്ന് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാം കറക്റ്റ് സ്ക്രീൻ റെക്കോർഡിംഗ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആര് സപ്പോർട്ട് ചെയ്യാൻ ഇല്ലെങ്കിലും, വീട്ടുകാരില്ല, കൂട്ടുകാരില്ല, ആരില്ലെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കണ്ടന്റ് ഇടാൻ പറ്റുമെങ്കിൽ, അത് ഇപ്പോൾ കാണുന്നത് പോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഇപ്പോൾ നല്ല കണ്ടന്റുകളല്ലേ ഇപ്പോൾ നടക്കുന്നത്. അങ്ങനത്തെ കണ്ടന്റുകളല്ല, നല്ല രീതിയിൽ നല്ല കണ്ടന്റ് എന്ന് വെച്ചാൽ വേറെ ഒരു മിസ്റ്റേക്കും ഇല്ല, നെഗറ്റീവ് അല്ല, നല്ല കണ്ടന്റ് എന്ന് പറയത്തക്ക നിലവാരത്തിൽ നല്ല കണ്ടന്റുകൾ ഇട്ട് സെറ്റ് ചെയ്താൽ മതി. നല്ല രീതിയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എല്ലാവരും അറിയപ്പെടും, നമ്മുടെ ചാനൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ: യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നല്ല കണ്ടന്റ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീഡിയോ വൈറലാകുകയും ചെയ്യും, നമ്മുടെ ചാനൽ ഓരോരുത്തരും അറിയപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ 15,000 സബ്സ്ക്രൈബർ ഇപ്പോൾ ആയി നിൽക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. കാരണം ഒരാഴ്ച കൊണ്ടാണ് ഇത്രയും സബ്സ്ക്രൈബർ നമ്മുടെ ചാനലിൽ കയറിയത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബർ ആയത് പറഞ്ഞതുകൊണ്ട് പലരും ചോദിച്ചു പൈസ കിട്ടി തുടങ്ങിയോ എന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളത് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.